ഹായ് ഫ്രണ്ട്സ്, ഇത് സാംസങ്ങിൻ്റെ ഒരു ഓവനാണ്, മൈക്രോവേവ് ഓവൻ. അത് കണ്ട നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഓവനാണ്. അപ്പം അത് നമുക്ക് കംപ്ലൈൻറ്റ് ഒന്ന് നോക്കാം. ഇടയ്ക്ക് ചില ഓഡിയോസ് കയറി വരും, പേടിക്കണ്ട. അപ്പോൾ നമ്മളിത് ഓണാക്കി, ഇതുകൊണ്ട് ഓണായിട്ടുണ്ട്. ഓണായി, പക്ഷേ ഒരു ബട്ടണും വർക്കാകില്ല, സ്റ്റാർട്ടും ഒന്നും വർക്ക് ചെയ്യില്ല. ടച്ച് ടൈപ്പ് ബട്ടണാന്ന് തോന്നുന്നു, ഒരു ബട്ടണും വർക്കിംഗ് അല്ല. ഇതിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നമ്മളിതൊന്ന് അഴിച്ച് നോക്കാൻ പോവാണ്, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇതിന്റെ എല്ലാ സാധനങ്ങളും പിള്ളേരെ വിട്ടിട്ടേ കാര്യമുള്ളൂ, അവർക്കേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഒരു ലൈറ്റ് കത്തേണ്ടതാണ്. എന്തുകൊണ്ട് അത് കത്തുന്നില്ല എന്ന് എനിക്കറിയില്ല. ഒരു ബട്ടണും വർക്കിംഗ് അല്ല, ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നുള്ളൂ. C0 വല്ല എറർ കോഡും ആണോന്നും എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാം വരുന്നുണ്ട്. 12 വന്നു, പക്ഷേ ഒന്നും വർക്കിംഗ് അല്ല. എന്നിട്ടിങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം തുറന്നു നോക്കാൻ പോവാണ്. തുറന്നു നോക്കാം. എൻ്റെ സൈഡിലെ സ്ക്രൂ ഒക്കെ അഴിക്കണം. വേണ്ട, പുള്ളി ഇതുമായിട്ടാണ് പോയിരിക്കുന്നത്, മൈക്കുമായിട്ടാണ് പോയി. അവിടെ പറയുന്ന എല്ലാം കൂടെ റെക്കോർഡാവും. പുറമേ വലിയ കുഴപ്പമില്ല, അകത്തെല്ലാം അപ്പടി അതും ഇതും എല്ലാം കിടപ്പുണ്ട്. അകത്തെല്ലാം കംപ്ലീറ്റ് ഇത് കണ്ടോ, പാറ്റായ പല്ലിയോ ഏതാണ്ടെല്ലാം ചത്തെല്ലാം കിടപ്പുണ്ട്. എൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും അതാണോ നോക്കിയേ, അതാണോ നോക്കിയേ. ആ ഉള്ളു ഉള്ളു. അത് സാധായ ഇത് രണ്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ ആണ്. അതിന്റെ MS അതേ കിടപ്പുണ്ട്. ഈ സംഭവമാണ് FX.ഇട്ട് ഇതിലില്ല. ഇത് കാസിയോ അല്ലാത്തോണ്ടായിരിക്കും ഇതിലില്ലാത്ത. ഇല്ല, ഒന്നും അറിയാൻ. പിള്ളേരോട് ചോദിച്ചാലേ ഈ ഫോട്ടോ എടുത്തിട്ട് ഇതാണോന്ന് ചോദിച്ചാൽ മതി പിള്ളേരോട്. അവരുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് കാണാൻ അറിയാലോ. ഇങ്ങനെ ഇരിക്കും, ഇതാണോന്ന് ചോദിച്ചാൽ പോയി കിടക്കാം. പോയിട്ടില്ലേ? എങ്ങനെ മനസ്സിലായി? പോയതാ, എലമെന്റ് പോയതാ. അതാണ് മീറ്റർ. 12 വോൾട്ട് ഒന്നുമല്ല, 230 ആയിരുന്നു. പിന്നെ 12 ഒന്നുമല്ല, അത് പോയതാ. പിന്നെ അതുകൊണ്ട് പൊട്ടിക്കിടക്കുന്ന ബൾബ്, ബൾബ് എത്താത്തപ്പോൾ ബൾബ് പോയതാ. സാരമില്ല. ഇതിന് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സ്ട്രിപ്പ് ടൈപ്പാണ്. അപ്പോൾ സ്ട്രിപ്പിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്ട്രിപ്പ് വഴിയാണ് അതിൻ്റെ സ്വിച്ചെല്ലാം വർക്കാകുന്നത്. അപ്പോൾ നമുക്ക് അതൊരു വലിയ പോരായ്മയാണ്. അത് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് സുഖമാണ്, കുറച്ച് നല്ലതാണ്, കുറച്ച് ചിലവ് കുറഞ്ഞിരിക്കും. മറ്റേ സ്വിച്ചുകൾ ഉണ്ടാക്കാനുള്ള ലൈനും കാര്യങ്ങളൊന്നും വേണ്ട. ഒരു സ്ട്രിപ്പ് എന്ന് വെച്ചാൽ ഈ സ്ട്രിപ്പുകൾ ചെയ്തത് മുഴുവൻ ലോക പരാജയമാണ്. അതാണ് അതിൻ്റെ ഒരു വലിയ കുഴപ്പം. ഒന്നും ആയിരിക്കുകയല്ല. ഇപ്പം പുതിയ ടെക്നോളജിയൊക്കെ ഇത് പല സാധനങ്ങളിലും ഇറങ്ങിട്ടോ. ആ സ്ട്രിപ്പ് ഇതാണ്. ഈ സ്ട്രിപ്പ് പരീക്ഷയ്ക്ക് ഈ സ്ട്രിപ്പ് വലിയ പാര. ഒന്നാമത് കിട്ടത്തുമില്ല, പെട്ടെന്ന് പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്നാ പരീക്ഷ? അമ്മേനെ വിളിക്കുന്നല്ലോ. പിള്ളേരെടുക്കുന്നില്ലെങ്കിൽ പഠിത്തമായിരിക്കും. അമ്മേനെ വിളിച്ചേ. വീട്ടിലല്ല, വീട്ടിൽ ലക്ഷണം വിളിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ആ വേറൊരു മുമ്പ് എനിക്ക് പറഞ്ഞ സ്റ്റുഡൻ്റ് വേറെ അതേ വിളിച്ചത്. സ്ക്രൂ അയച്ചാൽ ബോർഡിങ് ഊരിപ്പോയി. ഇതായാലും സ്ക്രൂ ഒക്കെ കുറവുണ്ട്. ആരോ നോക്കിയിട്ട് ഉപേക്ഷിച്ച മട്ടുണ്ട്. സ്ക്രൂ കുറവുണ്ട്, സ്ട്രിപ്പ് കിട്ടാത്തതുകൊണ്ട് ഒഴിവായതായിരിക്കും. അതെ, 2 സ്ക്രൂവേ ഉള്ളൂ ബോർഡിലും. അറിയാൻ മാർഗമൊന്നുമില്ല. ഉപയോഗിക്കാനും ഹാളിൽ കയറ്റത്തില്ലല്ലോ. ഇത് 991 MS ഉണ്ട്. അത് പറ്റില്ല, അതെല്ലാം ഉണ്ട്. പാറ്റ നല്ല വാസം കഴിച്ചതാ. പറഞ്ഞു ഇതുപോലെ കണ്ട ഒരു ഫോണിന്റെ കൊണ്ടിരിക്കും. പക്ഷേ ഇതിന്റെ ഈ മറ്റേ ഞാൻ ഈ പറഞ്ഞ സംഭവം എല്ലാം പോയതാ. അതിൻ്റെ ബോർഡ് സഹിതം പോയതാ. കാര്യം നല്ല വൃത്തിയായിട്ടിരിക്കുന്ന മിഷനാണ്. പക്ഷേ എൻ്റെ കണക്ഷൻ എല്ലാം ദ്രവിച്ചിരിക്കുക. അതാണ് വിഷയം. ഇപ്പോൾ നല്ലപോലെ കാണിച്ച് ധാരോ നോക്കി കമ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ മെനക്കെട്ട ഇവിടെ നമുക്ക് അന്വേഷിക്കാൻ മാർഗം അല്ലേ ഇതിന്റെ MS അറിയാൻ? റോഡ് കംപ്ലൈൻറ്റ് പണിയാൻ നിന്നിട്ട് കാര്യമില്ല, സമയമില്ല. നല്ല ടൈമുള്ളപ്പോൾ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഓരോ ഇത് ഈ കാലൊക്കെ ഉണ്ടായിരിക്കുന്നത് ഓരോ കണക്ഷൻസും ദ്രവിച്ചിരിക്കുക. പാറ്റ നല്ലപോലെ വേദനിച്ചെന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. പാറ്റാടെ കാട്ടവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ സ്ട്രിപ്പ് ഇതിങ്ങനെ അകത്ത് കയറ്റി ഒട്ടിച്ചിരിക്കുന്ന സ്ട്രിപ്പാണ്. കാര്യം നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ പാറ്റകളാണ് ഈ വാഷിംഗ് മെഷീനും ഈ ഓവനും എല്ലാം നശിപ്പിക്കുന്ന പാറ്റകളാണ്. അവരെയും കൊണ്ട് ഒരു രക്ഷയില്ല. 2 സ്ക്രൂ ഉള്ളതിന് ഇട്ടിട്ടുള്ളൂ. 2 സ്ക്രൂ ഇട്ടിപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം. എൻ്റെ കസ്റ്റമർക്കും അറിയാൻ തോന്നി ഇത് പോയതാണ്. പിന്നെ ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്നോർത്ത് തന്നുള്ളൂ. കളയുന്നതിന് മുമ്പ് പാറ്റയുടെ കാലുകളാണ് മൊത്തം അരി കിടക്കുന്നത്. പാറ്റയുടെ കാല്, തല, ഇത് കണ്ടോ കേട്ടാ, ഇത് കണ്ടോ പാറ്റയുടെ തല കണ്ടോ? ഇത് എന്താ ഉണ്ടായിരുന്നോ? കിട്ടിയോ? ഇത് ഈ കിടക്കുന്നത് പാറ്റയുടെ കാല്, തല, കയ്യ് എന്ന് വേണ്ട, പാറ്റയുടെ സ്വന്തം സ്ഥലമായിരുന്നില്ല. നമ്മൾ പാറ്റയുടെ മുമ്പിൽ തോക്കുന്നു. ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ തോറ്റെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ആ സൈഡും കൂടെ ഇട്ട് ഒന്ന് താത്ത് വിട്ടാൽ 2 സൈഡും ലോക്കാണിത്.
പ്രസ് ചെയ്താൽ മതി. സംഭവം അടിക്കുമ്പോൾ ഇത് പാത്രങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ഉള്ളതായിരുന്നു. ഹീറ്റർ ഉണ്ടായിരുന്നു, എല്ലാ സമയവും നല്ല മാനിട്രോണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പാറ്റ നക്കിപ്പോയി. സമയമുള്ളപ്പോൾ ചെയ്യാൻ വേണ്ട, ഞാൻ ഉപേക്ഷിക്കുമല്ല, സമയമുള്ളപ്പം ചെയ്യാനാണ്. ഇതും കൊണ്ടിരുന്നാൽ ബാക്കിയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പിണങ്ങും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അക്കാലം നമുക്ക് കവർത്ത് സ്ക്രൂ ഇട്ട് വെച്ചേക്കാം. കാലം നമുക്ക് സ്ക്രൂ ഇട്ട് വെച്ചേക്കാം. ഒന്നും അല്ലാതൊന്നുമില്ല, ഇലയിൽ ഓരോന്നൊക്കെ ഉള്ളൂ. ആപ്പാടെ 4 സ്ക്രൂ ഉള്ളൂ. ആ മതി. മരണപ്പെട്ടയാളല്ലേ. പാറ്റ എല്ലാം കൂടെ കയറി നശിപ്പിച്ചു. അതേ, ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിട്ട് പോയി കഴിയുമ്പോഴേ, നമ്മുടെ ആൾക്കാരൊക്കെ പൊതുവെ വിദേശത്തൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്കിതിങ്ങനെ വരുന്നത്. താഴെയും നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോവുകയാണ്. തക്കാലം എൻ്റെ പണി നിർത്തിയിട്ടെടുത്തോ.